നമ്മുടെ വീടുകളിൽ മക്കളെ നോ എന്ന് പറയാൻ എത്ര പേർ പഠിപ്പിക്കുന്നുണ്ട്? അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തൊരു പെരുമാറ്റം ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കാൻ നിങ്ങൾ പറയാറുണ്ടോ? തിരുവനന്തപുരം കഠിനംകുളത്തെ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയത് ഒരു പോലീസുകാരനാണ്. അവൾ മറിച്ചൊന്നും ചിന്തിച്ചില്ല. പോലീസുകാരനെതിരെ പരസ്യമായി തന്നെ പ്രതികരിച്ചു. പരാതിയുമായി പോലീസിനെയും സമീപിച്ചു. പത്തനംതിട്ടയിൽ കൂട്ടബലാത്സംഗത്തിനിരയായ പെൺകുട്ടി വലിയ ചതിക്കുഴിയിൽ വീണതിന് കാരണം നോ എന്ന് പറയാതിരുന്നതാണ്. 16-കാരിയെ ലഹരി നൽകിയാണ് പീഡിപ്പിച്ചതെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കേസുകൾ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്ന സ്ത്രീകളുടെ നമ്പറിൽ രാത്രികാലങ്ങളിൽ മദ്യപിച്ച് വീഡിയോ കോൾ ചെയ്യുന്ന ഒരു പോലീസുകാരനുണ്ട് തിരുവനന്തപുരം കഠിനംകുളത്ത്. നിരവധി സ്ത്രീകൾക്ക് പോലീസുകാരനായ നസീമിൻ്റെ ഭാഗത്തു നിന്ന് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. ഭയം കാരണം പലരും പരാതിപ്പെടാറില്ല. എന്നാൽ തോന്നയ്ക്കലിലെ ഒരു മിടുക്കിയായ സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നു ഒടുവിൽ പോലീസുകാരൻ്റെ ഇര. ഫോണിൽ വിളിച്ച് അശ്ലീലം പറഞ്ഞ ASIക്കെതിരെ പെൺകുട്ടി പരാതി നൽകി. തോന്നയ്ക്കലിൽ നടക്കുന്ന സയൻസ് ഫെസ്റ്റിവലിൽ വോളണ്ടിയറായി സേവനമനുഷ്ഠിച്ച പെൺകുട്ടിയാണ് പരാതി ഉന്നയിച്ചത്. ASIക്കെതിരെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി 9 മണിക്കാണ് പരാതിക്കാസ്പദമായ സംഭവമുണ്ടായത്. സയൻസ് ഫെസ്റ്റിവൽ നടക്കുന്ന വേളയിൽ വോളണ്ടിയർമാരായ വിദ്യാർത്ഥികൾക്ക് ASI നമ്പർ നൽകിയിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിച്ചറിയിക്കാനാണ് നമ്പർ നൽകിയത്. ഇതോടൊപ്പം പെൺകുട്ടിയുടെ നമ്പർ ASIയും വാങ്ങിയിരുന്നു. തിങ്കളാഴ്ച പെൺകുട്ടിയുടെ ഫോണിലേക്ക് നിരന്തരമായി ASI വിളിക്കാൻ ആരംഭിച്ചു. അതിനുശേഷം വീഡിയോ കോൾ വഴിയും ഇയാൾ പെൺകുട്ടിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. ശല്യം സഹിക്കാൻ കഴിയാതെ പെൺകുട്ടി കോൾ കട്ട് ചെയ്യുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. എന്നാൽ കോൾ കട്ട് ചെയ്ത ശേഷവും വീണ്ടും തുടരെ ഇയാൾ വിളിച്ചുകൊണ്ടിരുന്നു. തുടർന്ന് വിദ്യാർത്ഥിനി തന്റെ കൂടെയുള്ള മറ്റ് വോളണ്ടിയർമാരോടൊപ്പം ASIയെ നേരിട്ട് കാണുകയും ഇതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തുവെന്നും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇയാൾ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി. തുടർന്ന് പ്രശ്നമാകുമെന്ന് കണ്ടതോടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ASI KP നസീമിനെതിരെ ഇതിനു മുമ്പും സമാനമായ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ കൊല്ലത്ത് ജോലി ചെയ്തിരുന്ന ഇയാളെ ശിക്ഷാ നടപടിയുടെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റിയത്. പാങ്ങോട് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നപ്പോഴാണ് സമാനമായ നടപടി നേരിട്ടത്. ASIക്കെതിരെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. പത്തനംതിട്ടയിൽ 16-കാരി എങ്ങനെയാണ് സെക്സ് റാക്കറ്റിന്റെ പിടിയിൽപ്പെട്ടത്? കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി 20ഓളം പേർ ചേർന്ന് എങ്ങനെയാണ് +1 വിദ്യാർത്ഥിനിയെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയത്? പോലീസിന്റെ അന്വേഷണത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തത് ലഹരി നൽകിയെന്നാണ് സൂചന. ലഹരിയുടെ മയക്കത്തിൽ തൻ്റെ നഗ്നചിത്രങ്ങൾ പകർത്തിയതുപോലും ആ പെൺകുട്ടി അറിഞ്ഞിരുന്നില്ല. പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചപ്പോഴാണ് വിവരം പുറത്തു വന്നത്. കൂട്ടബലാത്സംഗ കേസിൽ 20ഓളം പേരാണ് പ്രതിപ്പട്ടികയിൽ. കേസിൽ ഒരാൾ കൂടി പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ചിറ്റാർ സ്വദേശി അനന്തുവാണ് ഒടുവിൽ അറസ്റ്റിലായത്. നേരത്തെ KSEB ജീവനക്കാരനും DYFI നേതാവും ഉൾപ്പെടെ 4 പേർ പിടിയിലായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ 20ഓളം പേരാണ് പോലീസിന്റെ പ്രതിപ്പട്ടികയിലുള്ളത്. ഇതിൽ പത്തനംതിട്ട ചിറ്റാർ സ്വദേശി അനന്തുവാണ് ഒടുവിൽ പിടിയിലായത്. നേരത്തെ അറസ്റ്റിലായ KSEB ജീവനക്കാരനും ആങ്ങമൂഴി സ്വദേശിയുമായ മുഹമ്മദ് റാഫി, ചിറ്റാർ സ്വദേശി സദാദ് സലീം, DYFI പെരുന്നാട് മേഖലാ പ്രസിഡന്റ് ജോയൽ തോമസ്, പ്രായപൂർത്തിയാകാത്ത ഒരാൾ എന്നിവർ റിമാൻഡിലാണ്. (2021) മുതലാണ് പെൺകുട്ടി പീഡനത്തിന് ഇരയായത്. സ്കൂളിൽ പോകാതിരുന്ന പെൺകുട്ടിയെ CWC കൗൺസിലിംഗിനിടയിലാണ് പീഡന വിവരം പുറത്തറിയുന്നത്. കേസിൽ 20 പേരാണ് പ്രതികൾ. ലഹരി കൊടുത്താണ് പെൺകുട്ടിയെ ഇവർ ലൈംഗികമായി പീഡിപ്പിച്ചതെന്നും പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പീഡന ദൃശ്യങ്ങൾ പ്രതികൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു. പോക്സോ വകുപ്പുകൾ കൂടാതെ മറ്റു വകുപ്പുകൾ കൂടി പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഒളിവിലുള്ള മറ്റു പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്.
ന്യൂസ് 18 പത്തനംതിട്ട. ഭക്ഷണം നൽകാത്തതിന് സ്വന്തം അമ്മയെ 17-കാരൻ തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്ന വാർത്ത ബംഗളൂരു നഗരത്തെ ഒന്നടങ്കം നടുക്കിയതാണ്. സംഭവത്തിന് പിന്നാലെ മകൻ സ്വയം കുറ്റം ഏറ്റെടുത്ത് പോലീസിൽ കീഴടങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ ആ കേസിൽ ഇപ്പോൾ വഴിത്തിരിവുണ്ടായിരിക്കുന്നു. നേത്ര എന്ന യുവതിയെ കൊലപ്പെടുത്തിയത് മകൻ തനിച്ചല്ല, ഭർത്താവും കൂട്ടുപ്രതിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മറ്റൊരാളുമായി നേത്രയ്ക്കുണ്ടായിരുന്ന വഴിവിട്ട ബന്ധമാണ് കൊലപ്പെടുത്താനുള്ള കാരണമെന്നാണ് പ്രതികളുടെ മൊഴി. പ്രായപൂർത്തിയായിട്ടില്ലെന്ന കാരണത്താൽ ശിക്ഷാ ഇളവ് ലഭിക്കുമെന്നതിനാൽ മകൻ കുറ്റം ഏറ്റെടുക്കുകയായിരുന്നു. സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരിയായ നേത്രയെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഭർത്താവ് ചന്ദ്രപ്പയും 17 വയസ്സുകാരനായ മകനും ചേർന്ന് കൊലപ്പെടുത്തിയത്. ഇരുമ്പ് വടി കൊണ്ട് തലക്കടിച്ചായിരുന്നു കൊലപാതകം. നേത്രയ്ക്ക് മറ്റൊരാളുമായി അടുപ്പമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു കൊലപാതകം. കൃത്യത്തിനുപയോഗിച്ച ഇരുമ്പ് വടിയിൽ നിന്ന് ചന്ദ്രപ്പയുടെ വിരലടയാളം ലഭിച്ചതോടെയാണ് സത്യാവസ്ഥ പുറത്തുവന്നത്. പ്രഭാത ഭക്ഷണം നൽകാത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിനിടെ നേത്രയെ മകൻ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ആദ്യ നിഗമനം. KR-പുര പോലീസ് സ്റ്റേഷനിൽ മകൻ സ്വയം കീഴടങ്ങുകയായിരുന്നു. എന്നാൽ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് അച്ഛന്റെ പങ്കും പുറത്തുവന്നത്. ന്യൂസ് 18 ബംഗളൂരു. കേരളത്തിൽ സ്ഫോടന പരമ്പരയും ചാവേർ ആക്രമണവും ആസൂത്രണം ചെയ്തെന്ന കേസിൽ പ്രതി റിയാസ് അബൂബക്കർ കുറ്റക്കാരനെന്ന് NIA കോടതി. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി റിയാസ് മാത്രമാണ് കേസിലെ പ്രതി. ഇയാൾക്കെതിരെ NIA ചുമത്തിയ 38, 39 വകുപ്പും 120B വകുപ്പും തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കി. വിശദമായ വാദം കേട്ട ശേഷമാകും ശിക്ഷ വിധിക്കുക. ശ്രീലങ്കയിലെ സ്ഫോടന പരമ്പരയുടെ സൂത്രധാരനുമായി ചേർന്ന് റിയാസ് അബൂബക്കർ കേരളത്തിൽ സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്തതാണ് NIA കണ്ടെത്തൽ. പാലക്കാട് സ്വദേശി റിയാസ് അബൂബക്കറിനെതിരെ NIA ചുമത്തിയ UAPA വകുപ്പുകളും ഗൂഢാലോചന കുറ്റവും തെളിഞ്ഞതായി കോടതി കണ്ടെത്തി. 2019 ഏപ്രിലിലാണ് ഇയാളെ NIA അറസ്റ്റ് ചെയ്തത്. പുതുവത്സര ദിനത്തിൽ കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചാവേർ ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ടെന്നാണ് കണ്ടെത്തൽ. കൊച്ചിയിൽ ലുലു മാളിന് സമീപത്ത് വെച്ചും മറൈൻ ഡ്രൈവിൽ വെച്ചും ഗൂഢാലോചന നടത്തി. അഫ്ഗാനിസ്ഥാനിൽ പോയി IS-ൽ ചേർന്ന അബ്ദുൾ റാഷിദ് അബ്ദുള്ളയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പദ്ധതികൾ. അബ്ദുൾ റാഷിദ് അബ്ദുള്ളയുടെ വോയിസ് ക്ലിപ്പുകൾ പ്രതിയുടെ ഫോണിൽ നിന്ന് കണ്ടെത്തി. ഡിജിറ്റൽ രേഖകൾ, CDR, ടവർ ലൊക്കേഷൻ, സോഷ്യൽ മീഡിയ വിവരങ്ങൾ എന്നിവയും തെളിവുകളായി. സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ച് സ്വയം ചാവേറാകാനുള്ള ശ്രമത്തിനിടെയാണ് പിടിയിലായത്. ഇയാൾക്കൊപ്പം പിടിയിലായ കൊല്ലം സ്വദേശി മുഹമ്മദ് ഫൈസലിനെയും കാസർഗോഡ് സ്വദേശി അബൂബക്കർ സിദ്ദിഖിനെയും പിന്നീട് മാപ്പുസാക്ഷികളാക്കി. ശ്രീലങ്കൻ സ്ഫോടക പരമ്പര ആസൂത്രണം നടത്തിയവരുമായി ചേർന്നാണ് കേരളത്തിൽ ആക്രമണം പദ്ധതിയിട്ടതെന്നാണ് NIA കണ്ടെത്തൽ. ന്യൂസ് 18 കൊച്ചി. നമ്മുടെ നാട്ടിലെ പല പരീക്ഷകളിലും ക്രമക്കേടും ആൾമാറാട്ടവും ഒക്കെ നടക്കുന്നതായി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് PSC പരീക്ഷയിലാണ് ആൾമാറാട്ടത്തിന് ശ്രമമുണ്ടായത്. PSC അധികൃതർ വിരലടയാള പരിശോധന നടത്തുന്നതിനിടെ ആൾമാറാട്ടം നടത്തിയയാൾ പരീക്ഷാ ഹാളിൽ നിന്നും ഇറങ്ങി ഓടി. നേമം സ്വദേശി അമൽജിത്തിന്റെ പേരിൽ പരീക്ഷ എഴുതാനെത്തിയയാളാണ് പിടിക്കപ്പെടുമെന്ന് കണ്ട് ഇറങ്ങി ഓടിയത്. പുറത്തേക്ക് കടന്നയാളിനെ ബൈക്കിലെത്തിയ ഒരാൾ കൊണ്ടുപോയെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. കേരള സർവകലാശാലയുടെ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്കിടയിലാണ് സംഭവം. തിരുവനന്തപുരം പൂജപ്പുരയിലെ ചിന്നമ്മ മെമ്മോറിയൽ സ്കൂളിലാണ് LGS എക്സാമിൻ്റെ പരീക്ഷ നടക്കുന്നതിനിടയിൽ PSC പരീക്ഷ നടക്കുന്നതിനിടയിൽ ആൾമാറാട്ട ശ്രമം ഉണ്ടായത്. രാവിലെ 7:15 ആരംഭിച്ച പരീക്ഷയിലാണ് ഇത്തരത്തിൽ ആൾമാറാട്ട ശ്രമം ഉണ്ടായത് എന്നാണ് സ്കൂൾ അധികൃതർ അടക്കം വ്യക്തമാക്കുന്നത്. അമൽജിത്ത് എന്ന പരീക്ഷ എഴുതേണ്ട ആളുടെ പകരക്കാരനായി ഒരാൾ എത്തുകയായിരുന്നു. ബയോമെട്രിക് പരിശോധനയ്ക്കിടയിൽ ആൾമാറാട്ടം നടന്നിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കുകയും അങ്ങനെ ഹോൾ ടിക്കറ്റ് പരിശോധിക്കുന്നതിനിടയിൽ ഇവിടെ നിന്ന് ഈ പരീക്ഷ എഴുതാനെത്തിയ പകരക്കാരൻ ഇറങ്ങി ഓടി എന്നുമുള്ള വിശദീകരണമാണ് ലഭിക്കുന്നത്. എന്തായാലും ഈ പരീക്ഷയുടെ ഇൻവിജിലേറ്റർ ആയിരുന്ന ശ്യാംകുമാരി നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് ശരിക്കും സംഭവിച്ചത്? ക്ലാസ്സിൽ പോയിട്ട് വെരിഫിക്കേഷൻ ചെയ്യുമായിരുന്നു. ഹോൾ ടിക്കറ്റും ID പ്രൂഫും കൂടെ വെച്ച് നോക്കിയപ്പോൾ രണ്ടും ഒരേ ആളിൻ്റെ തന്നെയായിരുന്നു. ഹോൾ ടിക്കറ്റുള്ള ആളിൻ്റെ ഫോട്ടോ പഴയ ഫോട്ടോ ആയിരുന്നു. ഒരു 2014 ഫോട്ടോയായിരുന്നു. അപ്പോൾ അതിൽ താടിയില്ല. അപ്പോൾ ഇന്ന് എഴുതാൻ വന്ന ആളിന് താടിയുണ്ട്. പക്ഷെ അത് വെച്ച് നമുക്ക് ആളെ
ഐഡൻറ്റിഫൈ ചെയ്യാൻ വേറെ അങ്ങനെ അല്ല എന്ന് പ്രൂഫ് ചെയ്യാൻ പറ്റില്ല ആ ഒരു ഇത് വെച്ചിട്ട്. അപ്പോൾ നടന്നപ്പോൾ ബയോമെട്രിക് ചെയ്തെടുക്കാൻ വന്നപ്പോഴേക്ക് ആദ്യത്തെ ആളിൻ്റെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇയാൾ രണ്ടാമതാണ് ഇരുന്നത്. അപ്പോൾ ഇയാൾ ആരോടും ഒന്നും പറയാതെ ഇറങ്ങി ഓടുകയായിരുന്നു. ഇത് ആരാണ് എന്തെങ്കിലും വിവരമുണ്ടോ? ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ആരാണ് എത്തിയത് എന്നതിനെ സംബന്ധിച്ച് ഒന്നും അറിയത്തില്ല. നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അമൽജിത്ത് എന്ന ഒരാളുടെ അതെ, ഹോൾ ടിക്കറ്റിൽ നമ്മുടെ സൈൻ ലിസ്റ്റിലൊക്കെ ഉണ്ട് അമൽജിത്താണ്. ഹോൾ ടിക്കറ്റിലും അമൽജിത്ത് തന്നെയാണ്, കൊണ്ടുവന്ന ഐഡിയിലും അമൽജിത്ത് തന്നെയാണ് ആയിരുന്നു. അപ്പോൾ എന്താണ് തുടർന്ന് എന്താണ് ഇയാൾ ഇറങ്ങി ഓടിയതിനു ശേഷം നിങ്ങൾ പോലീസിനെ അറിയിക്കുകയായിരുന്നു? തുടർന്നുള്ള നടപടി എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആ പയ്യൻ ഇറങ്ങി ഓടി അത് ബയോമെട്രിക്സ് എടുക്കാൻ വന്നത് PSCയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പം ഇയാൾ ഫസ്റ്റ് ബെഞ്ചിൽ സെക്കൻഡ് ഇരിക്കുകയായിരുന്നു. ഫസ്റ്റ് ആളുടെ ബയോമെട്രിക്സ് എടുത്തപ്പോൾ തന്നെ ഇയാൾ ഇറങ്ങി ഓടി എന്നാണ് പറഞ്ഞത്. അതേസമയം ഇവിടെ സ്ക്വാഡ് വന്നിരുന്നു, PSCയിൽ നിന്ന് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ വന്നിരുന്നു. അപ്പോൾ സാറ് ഫസ്റ്റ് റൂമിൽ അങ്ങനെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഹാളിലോട്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരാൾ ഇറങ്ങി ഓടിയതായിട്ട് സാറ് പറഞ്ഞതനുസരിച്ച് ഗേറ്റിന് പുറത്ത് ചാടി. അപ്പം ബാക്കി പോലീസിനെ PSC എന്നെ അറിയിച്ചു. അപ്പോൾ പോലീസ് വന്നു. പിന്നെ PSCയിൽ നിന്ന് വന്ന അസിസ്റ്റൻറ്റ് സൂപ്രണ്ടായിട്ട് വന്ന സാർ അതിൻ്റെ റിപ്പോർട്ടെല്ലാം കൊടുത്ത് ടീച്ചറിൻ്റെ എൻ്റെ റിപ്പോർട്ട് എഴുതി വാങ്ങിച്ചിട്ടുണ്ട്. എന്തായാലും PSC പരീക്ഷയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ആൾമാറാട്ട ശ്രമമാണ് പിടിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി ആരാണ് ഈ പകരക്കാരനായി, അമൽജിത്തിന് പകരക്കാരനായി ഈ ചിന്നമ്മ മെമ്മോറിയൽ സ്കൂളിൽ പരീക്ഷ എഴുതാൻ എത്തിയത് എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നാണ് പൂജപ്പുരം പോലീസ് നൽകുന്ന വിശദീകരണം. ക്രിമിനൽ സംഘങ്ങളുള്ള കുടിപ്പക അക്രമത്തിൽ കലാശിക്കുന്നതാണ് പതിവ് കാഴ്ച. കാപ്പ ചുമത്തി ജയിലിലായ 2 സംഘങ്ങൾ തമ്മിലുള്ള സൗഹൃദം പകയായി വളർന്ന് ഒരു സംഭവത്തിലേക്കാണ്. കണ്ണൂർ ജില്ലയിൽ കാപ്പ കേസിൽ ഉൾപ്പെട്ട പ്രതിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അടൂർ പോലീസ് സ്റ്റേഷനിലെ 2 കാപ്പ കേസ് പ്രതികളടങ്ങുന്ന സംഘമാണ്. കണ്ണൂർ ഇരിട്ടി സ്വദേശി ജെറിൽ P. ജോർജിനെ ക്രൂരമായി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 3 പേർ അറസ്റ്റിലായി. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കുടിപ്പകയായിരുന്നു അക്രമത്തിന് കാരണം. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ ഏഴംകുളം സ്വദേശി വിഷ്ണു വിജയൻ, കൊടുമണ്ണിലെ കാർത്തിക്, ഏഴംകുളത്തെ ശ്യാം എന്നിവരെയാണ് അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജനുവരി 18-നാണ് കേസിനാസ്പദമായ സംഭവം. കാപ്പ പ്രകാരം ജയിലടയ്ക്കപ്പെട്ട സഹോദരങ്ങളായ അടൂർ ഇളമണ്ണൂരിലെ സൂര്യലാലിന്റെയും ചന്ദ്രലാലിന്റെയും വീട്ടിൽ വെച്ചാണ് പ്രതികൾ ജെറിൽ P. ജോർജിനെ മർദ്ദിച്ചത്. തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുമ്പോഴാണ് പ്രതികളായ വിഷ്ണു, ശ്യാം എന്നിവരെയും സൂര്യലാലിനെയും ചന്ദ്രലാലിനെയും ജെറിൽ പരിചയപ്പെടുന്നത്. മറ്റൊരു കേസിൽ പ്രതിയായ കാർത്തിക്കും ജയിലിലുണ്ടായിരുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയവർ മാരൂരിലുള്ള സൂര്യലാലിന്റെ വീട്ടിൽ ദിവസങ്ങളോളം ഒരുമിച്ച് താമസിച്ചു. സാമ്പത്തിക കാര്യത്തിൽ പരസ്പരം തർക്കമുണ്ടായതിനെ തുടർന്ന് പ്രതികൾ ജെറിലിന്റെ പുറത്തും വയറിലും നെഞ്ചിലുമായി ബ്ലേഡ് കൊണ്ട് ആഴത്തിൽ മുറിവേൽപ്പിച്ചു. ദേഹമാസകലം പരിക്കേറ്റ ജെറിലിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കൂട്ടാക്കാതെ പ്രതികൾ 5 ദിവസം മുറിയിൽ പൂട്ടിയിടുകയും ചെയ്തു. ഇവിടെ നിന്ന് രക്ഷപ്പെട്ട ജെറിൽ അടൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. ഡോക്ടർ പോലീസിൽ വിവരമറിച്ചതിനെ തുടർന്ന് അടൂർ പോലീസ് ആശുപത്രിയിലെത്തിയെങ്കിലും പ്രതികൾ രക്ഷപ്പെട്ടു. പ്രതികളെ ഭയന്ന് ജെറിലും ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ട് കണ്ണൂരിലേക്ക് പോയി. പോലീസ് കണ്ണൂരിലെത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പ്രതികളെ വലയിലാക്കിയത്. ന്യൂസ് 18 പത്തനംതിട്ട. ആലപ്പുഴയിലെ വനിതാ ശിശു ആശുപത്രിക്കെതിരായ ചികിത്സാ പിഴവ് പരാതി ആരോഗ്യവകുപ്പിന് ഒന്നടങ്കം കളങ്കം സൃഷ്ടിക്കുന്നതാണ്. ഇപ്പോൾ ചികിത്സാ പിഴവിന് പിന്നാലെ കൈക്കൂലി ആരോപണവും ഉയർന്നിരിക്കുന്നു. അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ കൈക്കൂലി വാങ്ങിയെന്നാണ് പുതിയ ആരോപണം. 3 പേരാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രസവ നിർത്തൽ ശസ്ത്രക്രിയയെ തുടർന്ന് മരിച്ച ആശയുടെ പക്കൽ നിന്നും ഡോക്ടർ സുഞ്ജിത്ത് കൈക്കൂലി വാങ്ങിയെന്നാണ് കുടുംബത്തിന്റെ പരാതി. 4 മരുന്നുകളുള്ളിൽ ഏതോ ഒരു മരുന്ന് എന്റെ കുഞ്ഞിന്റെ ശരീരത്തിൽ അമിതമായി കയറിയത് കൊണ്ടാണ് ഈ മരണം. അറിയാം, എനിക്കറിയാം. പാസാറ്റവളാണ് ഇത് എന്റെ മോള്. അതുകൊണ്ട് അവർ കൊന്നാണ്. അരമണിക്കൂർ 10 മിനിറ്റ് ഉള്ള അറിയാം, നിങ്ങൾക്കറിയാം. അതുപോലെ 1 മണിക്കൂർ കയറിപ്പോ ഞാൻ പറയാം. എന്റെ കുഞ്ഞിനെ ഒരുക്കി നിർത്ത് സ്കൂളിൽ കൊണ്ടുപോകും. ഞാൻ നോക്കിയിരിക്കാം, വേറെ സ്കൂളിൽ കൊണ്ടുപോകാൻ.
ആലപ്പുഴയിലെ വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവ നൃത്ത ശസ്ത്രക്രിയയെ തുടർന്ന് ഹൃദയ സംബന്ധമായി തകരാറുണ്ടായി മരിച്ച ആശയുടെ കുടുംബം അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ സുഞ്ജിത്തിനെതിരെ ഗുരുതര ആരോപണമാണ് ഉന്നയിക്കുന്നത്. സർക്കാർ സൗജന്യമായി ചെയ്യുന്ന ശസ്ത്രക്രിയ നടക്കുന്നതിന് 2 ദിവസം മുമ്പ് 2000 രൂപ ആശുപത്രിയിലെ ഡോക്ടർ കൈക്കൂലി വാങ്ങിയതായി ഭർത്താവ് ശരത്ത് പറയുന്നു. അനസ്തേഷ്യ നൽകിയതിനെ തുടർന്നുണ്ടായ പിഴവാണ് ആശയുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന പരാതി നിലനിൽക്കെയാണ് മരണപ്പെട്ട ആളിൽ നിന്ന് കൈക്കൂലി കൂടി വാങ്ങിയെന്ന വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത്. എനിക്ക് തോന്നുന്നു 16-ാം തീയതിയോ 17-ാം തീയതിയാണ് ആശ പോകുന്നത്. ആ സമയത്ത് ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഇതൊക്കെ അനസ്തേഷ്യ ഡോക്ടറിന് പൈസ കൊടുക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് കൊടുക്കണമെന്നുണ്ട്. എനിക്കൊന്ന് 2000 രൂപ കണ്ടെന്ന് തോന്നുന്നു കൊടുത്തത്. കാരണം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇങ്ങനെ അനസ്തേഷ്യ ഡോക്ടറിന് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനസ്തേഷ്യ ചെയ്ത് സുർജിത്ത്. ആശ മരിച്ച 5 ദിവസത്തിനു ശേഷം പ്രസവ ശസ്ത്രക്രിയക്കിടയിൽ വീണ്ടും സമാനമായ രീതിയിൽ ഹൃദയ തകരാറുണ്ടായി ഗുരുതരാവസ്ഥയിലായ അഞ്ജലിയുടെ കുടുംബത്തിനും ഈ സാഹചര്യത്തിലൂടെ തന്നെയാണ് കടന്നു പോകേണ്ടി വന്നത്. ശസ്ത്രക്രിയക്കിടയിൽ തന്നെ ഹൃദയം തകരാറിലായി അഞ്ജലി മരണാസന്നയായി കിടക്കുമ്പോഴാണ് ഭർത്താവ് പ്രമോദിനെ വിളിച്ചു വരുത്തി ഡോക്ടർ പണം കൈപ്പറ്റിയതെന്ന് കുടുംബം പറയുന്നു. അനസ്തേഷ്യ പിഴവാണ് അഞ്ജലിയുടെയും ഹൃദയം തകരാറിലാക്കിയതെന്ന് കുടുംബം ആരോപിക്കുന്നു. അതെ, എൻ്റെ 1500 രൂപ മേടിച്ചു. അവിടെ വരുന്ന അത്ര ശസ്ത്രക്രിയക്ക് വരുന്ന എല്ലാവരുടെയും മേടിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ലെങ്കിൽ ഒരാളുടെ മാത്രം മേടിക്കത്തില്ലല്ലോ. ഞാൻ സിസേറിയൻ റൂമിൻ്റെ തൊട്ടിപ്പുറത്ത് ജസ്റ്റ് അതായത് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്തോട്ട് കയറുന്നതിന് മുമ്പ് ചെറിയൊരു റൂമുണ്ട് റൈറ്റ് സൈഡിൽ. അവിടെ നിന്ന് പൈസ കൊടുത്തത് പൈസ മേടിച്ച് പോയി. അതായത് കൊച്ചിനെ കൊണ്ട് കാണിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ അകത്തോട്ട് വിളിച്ച് അത് കൊടുത്ത് ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടാണ് പൈസ മേടിക്കുന്നത്. 7 മാസം മുമ്പ് ശസ്ത്രക്രിയയ്ക്ക് വിധേയായ തന്റെ അമ്മയോടും അനസ്തേഷ്യ ഡോക്ടർ പണം വാങ്ങിയതായി മറ്റൊരു പരാതിക്കാരനും പറയുന്നു. ഇതേപോലെ വയറിലൊരു മുഴ ഉണ്ടായിരുന്നു. അത് എടുത്തു കളയാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അപ്പം അനസ്തേഷ്യ ചെയ്യുന്ന ഡോക്ടർ നമ്മളിന്ന് ഇഞ്ചക്ഷൻ വെക്കണമെങ്കിൽ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇത് ഉമ്മാൻ്റെ കാര്യം പൈസ കൊടുക്കും. ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ പൈസ കൊടുക്കണം, അല്ലാതെ അവിടെ ഒന്നും നടക്കത്തില്ല. ജീവൻ്റെ വിലയായതുകൊണ്ട് മനുഷ്യൻ പൈസ കൊടുക്കും. 2 രൂപ സംതിങ് വാങ്ങിച്ചിട്ടുണ്ട്. സർജറിക്ക് മുമ്പല്ല, സർജറി കഴിഞ്ഞ് ഏകദേശം കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ വന്ന് കളക്ട് ചെയ്യുക. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഏക ആശ്രയമായ വനിതാ ശിശു ആശുപത്രിയിൽ നടന്ന സംഭവങ്ങളിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം തുടരുന്നതിനിടയിലാണ് കൈക്കൂലി പരാതിയും പുറത്തുവരുന്നത്. ആലപ്പുഴയിലെ വനിതാ ശിശു ആശുപത്രിയിൽ പാവപ്പെട്ടവന്റെ ഗതികേടിനെ ചൂഷണം ചെയ്ത് വിറ്റ് കാശാക്കുകയാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. നമ്മുടെ സർക്കാർ ഓഫീസുകൾ സാധാരണക്കാരെ എത്രമാത്രമാണ് ബുദ്ധിമുട്ടിക്കുന്നതെന്ന് പലർക്കും അനുഭവമുള്ള കാര്യമാണ്. തൃശൂർ പേരാമ്പ്ര സ്വദേശി ശിവരാമൻ കൊച്ചിയിലെ PF ഓഫീസിൽ അപേക്ഷയുമായി കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. 80,000 രൂപയാണ് അപ്പോളോ ടയേഴ്സിലെ ജീവനക്കാരനായിരുന്ന ശിവരാമന് PF-ൽ നിന്നും ലഭിക്കാനുണ്ടായിരുന്നത്. വിരമിച്ചിട്ട് 9 വർഷമായിട്ടും പണം ലഭിച്ചില്ലെന്ന പരാതിയുമായി പലതവണ ഓഫീസുകൾ കയറിയിറങ്ങി. പക്ഷേ PF ഓഫീസറുടെ നിഷേധ സമീപനം ശിവരാമനെ മാനസികമായി തളർത്തി. ഇതിൻ്റെ മനോവിഷമത്തിൽ ആ വയോധികൻ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്ന വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഈ പകൽ പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് എറണാകുളത്തെ PF ഓഫീസിലെത്തിയ ശിവരാമൻ ആനുകൂല്യം ലഭിക്കുന്നതിനായി ഉദ്യോഗസ്ഥരെ കണ്ടത്. വയസ്സ് തെളിയിക്കുന്ന സ്കൂൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതെ ആനുകൂല്യം നൽകാനാകില്ലെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചതോടെ ഓഫീസിലെ ശുചിമുറിയിൽ കയറി വിഷം കഴിക്കുകയായിരുന്നു. അപ്പോളോ ടൈസിലെ കരാർ ജീവനക്കാരനായിരുന്ന ശിവരാമൻ 6 വർഷം മുൻപ് ജോലിയിൽ നിന്നും പിരിഞ്ഞതാണ്. 2 വർഷമായി PF-നായി ഓഫീസുകൾ കയറിയിറങ്ങിയെങ്കിലും ആധാറിൽ പ്രായം രേഖപ്പെടുത്തിയതിൽ വന്ന പിശകിന്റെ പേരിൽ ആനുകൂല്യം നിഷേധിക്കുകയായിരുന്നുവെന്ന് മകൻ രതീഷ് പറയുന്നു. ഇതിൻ്റെ അക്കൗണ്ട് ഡെഡായിട്ട് എടുക്കായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഡെഡായി മാറ്റി എല്ലാം ശരിയായി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആധാറിലെ ഇതുണ്ട് തിരുത്തണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പുതിയ ആധാർ എടുക്കുക, അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരിക. ഈ ഒരു സാധനം കിട്ടാൻ പറ്റാണ്ടായി ഇപ്പോൾ ഉള്ള വിഷമത്തിലാണ്. അടുത്ത ഹെഡ് ആയിട്ടുള്ള ആള് സമ്മതിച്ചില്ല എന്നുള്ള കേസ് അച്ഛൻ പറയാറുണ്ട്. അവൻ്റെ വിഷമം ഉണ്ടായിരുന്നു. അർബുദ രോഗിയായ ശിവരാമൻ ചികിത്സാ ആവശ്യങ്ങൾക്കായാണ് PF ആനുകൂല്യത്തിനായി തിരക്ക് കൂട്ടിയതെന്നും
പണം ലഭ്യമാകാത്തതിൽ കടുത്ത നിരാശയുണ്ടായിരുന്നതായും ആനുകൂല്യം നിഷേധിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ബന്ധുക്കൾ പറഞ്ഞു. അതേസമയം 2019 ശിവരാമൻ PF ആവശ്യപ്പെട്ടതെന്നും അതിനുശേഷം രേഖകളൊന്നും സമർപ്പിച്ചിട്ടില്ലെന്നും സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം ഉണ്ടാകുമെന്നും റീജിയണൽ PF കമ്മീഷണർ പറഞ്ഞു. സംഭവത്തിൽ എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കാസർഗോഡ് സീതാങ്കോളിയിലെ അബൂബക്കർ സിദ്ദിഖിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവം ഏറെ നടുക്കമുണ്ടാക്കിയതാണ്. 2022 ജൂൺ 26 അബൂബക്കർ സിദ്ദിഖിനെ തട്ടിക്കൊണ്ടുപോയി തല കീഴായി കെട്ടിത്തൂക്കി ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. കേസിൽ നേരത്തെ 12 പേർ പിടിയിലായിരുന്നു. ഒടുവിൽ ഒരാൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. പൈവളിക സ്വദേശിയായ നൂഷ ആണ് ഒടുവിൽ പിടിയിലായത്. 6 പേർ ഇപ്പോഴും ഒളിവിലാണ്. സീതാങ്കോളി മുകുവിലെ അബൂബക്കർ സിദ്ദിഖിനെ പൈവളികയിൽ മരത്തിൽ തലകീഴായി കെട്ടിത്തൂക്കി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിലാണ് ഒരു പ്രതിയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തത്. പൈവളികൈ സ്വദേശിയായ നൂർഷയാണ് അറസ്റ്റിലായത്. ഇയാൾ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയായിരുന്നു. അബൂബക്കർ സിദ്ദിഖ് വധക്കേസിൽ 19 പ്രതികളാണ് ഉള്ളത്. നൂർഷ കൂടി അറസ്റ്റിലായതോടെ കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം 13ആയി. ബാക്കി 6 പ്രതികളാണ് ഇനി അറസ്റ്റിലാകാനുള്ളത്. 2022 ജൂൺ 26 അബൂബക്കർ സിദ്ദിഖിനെ തട്ടിക്കൊണ്ടുപോയി പൈവളികയിലെ ഒരു വീട്ടിൽ വെച്ചും കുന്നിന് മുകളിൽ വെച്ചും ക്രൂരമായി മർദ്ദിച്ചും പീഡിപ്പിച്ചും കൊലപ്പെടുത്തിയത്. ഏജന്റുമാരെ വെച്ച് ഗൾഫിലേക്ക് കടത്തിയ 40 ലക്ഷം രൂപയുടെ ഡോളർ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് പണം നഷ്ടപ്പെട്ടതിന്റെ പേരിലാണ് സിദ്ദിഖിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. കേസിൽ പിടിയിലാകാനുള്ള പ്രതികളിൽ ചിലർ വിദേശത്തേക്ക് കടന്നതായാണ് വിവരം. ഇവരെ നാട്ടിലെത്തിക്കുന്നതിനായി പോലീസ് ഊർജിതമായ ശ്രമങ്ങളാണ് നടത്തിവരുന്നത്. കാസർഗോഡ്. ട്രെയിനുകൾക്കും ബസ്സുകൾക്കും നേരെ കല്ലെറിയുന്ന സാമൂഹ്യ വിരുദ്ധരുണ്ട് നമ്മുടെ നാട്ടിൽ. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ സ്വകാര്യ ബസ്സിന് നേരെ കല്ലെറിഞ്ഞത് ഒരു യുവാവാണ്. ബസ് തടഞ്ഞു നിർത്തി നടത്തിയ കല്ലേറിയിൽ മുൻവശത്തെ ചില്ല് പൂർണ്ണമായും തകർന്നു. കല്ലൂർ ഇരിങ്ങാലക്കുട റൂട്ടിലോടുന്ന ഷാലോം എന്ന ബസ്സിന് നേരെയാണ് ആക്രമണമുണ്ടായത്. പ്രതിക്ക് വേണ്ടി CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. ബസ് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് എത്തുന്നതിന് മുൻപായി വഴിയരികിൽ നിന്നിരുന്ന യുവാവ് കൈകാട്ടി ബസ് നിർത്തി. തുടർന്ന് കയ്യിൽ കരുതിയ കല്ല് ബസിന്റെ മുൻവശത്തെ ചില്ലിന് നേരെ എറിഞ്ഞു. ഇതിനുശേഷം തൊട്ടടുത്ത് തന്നെ ബൈക്കിൽ നിന്നിരുന്ന സുഹൃത്തിനൊപ്പം അതിവേഗം രക്ഷപ്പെടുകയായിരുന്നു. കല്ലേറിൽ ബസിന്റെ മുൻവശത്തെ ചില്ല് പൂർണ്ണമായും തകർന്നു. കുട്ടികളാണ് ബസിന് മുൻവശത്തുണ്ടായിരുന്നത്. ആർക്കും പരുക്കില്ല. വണ്ടി സാധാരണ നിർത്തണ പോലെ നിർത്തിപ്പോ ഒരു കല്ലിട്ട് കയറിയിട്ട് ഈ ഭാഗത്തായിട്ട് കല്ലിറങ്ങി അവിടെ റോഡിൽ തന്നെ കല്ലിങ്ങെടുക്കുന്നുണ്ട്. എറിഞ്ഞോട് തന്നെ എന്തെങ്കിലും വരുന്ന വഴിക്ക് എന്തെങ്കിലും ഒന്നും ഉണ്ടായില്ല. ഒരു പ്രശ്നം ഉണ്ടായില്ല. ആരും ഒരു പ്രശ്നം ഉണ്ടായില്ല ഇതുവരെ. യാത്രക്കാര് ഒരുപാട് പേരുണ്ടായിരുന്നു. ആ യാത്രക്കാരെ ആൾക്കാരുടെ കൊച്ചു പിള്ളേരാണ് വിളിക്കുന്നത്. പരിക്കുണ്ടായിരുന്നു. പറ്റില്ല അവർക്ക്. കൊണ്ടൊന്നും പറ്റില്ല. ജീവനക്കാർ ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി നൽകി. സംഭവത്തിന് ശേഷം അക്രമികൾ ഇടറോഡിലൂടെയാണ് ബൈക്ക് ഓടിച്ചു പോയത്. ഈ പ്രദേശത്തെ CCTVകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് 18 തൃശൂർ. പോലീസ് പെട്രോളിന് പോകുന്നത് മംഗളൂരുവിലേക്കാണ്. മംഗളൂരുവിൽ വൻ കഞ്ചാവ് വേട്ട. കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച 120 കിലോ കഞ്ചാവുമായി 2 മലയാളികളാണ് അറസ്റ്റിലായത്. ജീപ്പിന്റെ പിറകുവശത്തെ ബമ്പറിനടുത്ത് പ്രത്യേകം ഇരുമ്പ് പെട്ടി ഉണ്ടാക്കി അതിലാണ് കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത്. മംഗളൂരു നഗരവും കേരളവുമാണ് ഇവരുടെ പ്രധാന വിപണന കേന്ദ്രം. ഒഡീഷയിൽ നിന്ന് കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച 120 കിലോ കഞ്ചാവുമായാണ് 2 പേർ മംഗളൂരുവിൽ പിടിയിലായത്. വയനാട് വൈത്തിരി സ്വദേശി MS അനൂപ്, കണ്ണൂർ പൊടിയൂർ സ്വദേശി KV ലത്തീഫ് എന്നിവരെയാണ് മംഗളൂരു സിറ്റി ക്രൈംബ്രാഞ്ച് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒഡീഷയിൽ നിന്ന് ആന്ധ്രാപ്രദേശ് ബംഗളൂരു വഴി കേരളത്തിലേക്ക് കടത്താനായിരുന്നു ശ്രമം. പിടിച്ചെടുത്ത കഞ്ചാവിന് വിപണിയിൽ 28 ലക്ഷം രൂപ വില വരുമെന്നാണ് പോലീസ് പറയുന്നത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലാകുന്നത്. ജീപ്പിന്റെ പിറകുവശത്തെ ബമ്പറിനടുത്ത് പ്രത്യേകം ഇരുമ്പ് പെട്ടി ഉണ്ടാക്കി അതിലാണ് കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത്.
നഗരവും കേരളവുമാണ് ഇവരുടെ പ്രധാന വിപണന കേന്ദ്രം. പിടിയിലായ അനൂപിനെതിരെ 2018 മൈസൂരു ജില്ലയിലെ നഞ്ചൻകോട് റൂറൽ പോലീസ് സ്റ്റേഷനിൽ മോഷണ കേസുകൾ ഉള്ളതായും വയനാട്ടിലെ അമ്പലവയൽ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനുകളിൽ മയക്കുമരുന്ന് കടത്ത്, അടിപിടി തുടങ്ങിയ കേസുകൾ ഉള്ളതായും പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. കാസർഗോഡ്. കോഴിക്കോട് താമരശ്ശേരിയിലെ വ്യാപാരികളുടെ ഉറക്കം കെടുത്തുകയാണ് കവർച്ചാ സംഘങ്ങൾ. ഏറ്റവും ഒടുവിൽ താമരശ്ശേരിയിലെ ഒരു ജ്വല്ലറിയിലാണ് കവർച്ച ഉണ്ടായത്. കേസിൽ ഒരാൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. കിടവൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന പൂനൂർ സ്വദേശി നഹാഫാണ് പിടിയിലായത്. കവർച്ച ചെയ്ത 20 പവനോളം സ്വർണം ഇയാളിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. കൂട്ടുപ്രതിക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ദേശീയപാതയോരത്ത് താമരശ്ശേരി ഡിവൈഎസ്പി ഓഫീസിന് സമീപം കിഴക്കോത്ത് ആവിലോറ സ്വദേശി അബ്ദുൽ സലാമിന്റെ ഉടമസ്ഥയിലുള്ള റെന ഗോൾഡ്സിന്റെ ചുമർ തുറന്ന് 45 പവനോളം കവർച്ച ചെയ്ത സംഭവത്തിലാണ് ഒരാൾ അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത്. താമരശ്ശേരി കെടവൂർ വെണ്ടേക്ക് മുക്കിലെ ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിക്കുന്ന പൂനൂർ സ്വദേശി നഹാഫാണ് പിടിയിലായത്. കഴിഞ്ഞ മാസം 24-നാണ് ജ്വല്ലറിയുടെ ഒരു ഭാഗത്തെ ചുമർ തുറന്ന് കവർച്ച നടത്തിയത്. 3 അംഗ സംഘമാണ് കവർച്ചയ്ക്കെത്തിയതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സംഘത്തിലെ ഒരാൾ പിടിയിലാവുന്നത്. നഹാഫിന്റെ സഹോദരൻ വാടകയ്ക്ക് താമസിക്കുന്ന കെടവൂർ ഇരുൾ കുന്നിലെ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ച 20 പവനോളം സ്വർണം പോലീസ് കണ്ടെടുത്തു. ബാക്കിയുള്ള സ്വർണം സംഘത്തിലെ മറ്റുള്ളവരുടെ കയ്യിലാണെന്നും പ്രതി പോലീസിന് മൊഴി നൽകി. പോലീസ് സ്റ്റേഷന് പിൻവശത്തുള്ള വീട് വാടകയ്ക്കെടുത്താണ് പ്രതികൾ കവർച്ച ആസൂത്രണം ചെയ്തത്. കൂട്ടുപ്രതികളായ 2 പേർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. താമരശ്ശേരി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. നടിയെ ആക്രമിച്ച കേസിൽ ഹർജിയുമായി അതിജീവിത വീണ്ടും ഹൈക്കോടതിയിൽ. കോടതിയെ സമീപിച്ചത് കസ്റ്റഡിയിലുള്ള മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട്. വിചാരണ കോടതി അന്വേഷണം പൂർത്തിയാക്കിയിട്ടും റിപ്പോർട്ടിലെ കണ്ടെത്തലെന്തെന്ന് അറിയിച്ചില്ലെന്നും പകർപ്പ് കൈമാറിയില്ലെന്നും ഹർജിയിൽ. വയനാട് മേപ്പാടിയിൽ നാഷണൽ ഹെൽത്ത് മിഷനിലെ ഡ്രൈവർമാർക്ക് മർദ്ദനം. സച്ചിൻ, ബിജു, വിഷ്ണു എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. വാഹനത്തിന്റെ ഒരു വശത്തെ ഗ്ലാസും റെയിൻ ഗാർഡും മദ്യലഹരിയിലായിരുന്ന 3 അംഗ സംഘം അടിച്ചു തകർത്തു. മയക്കുമരുന്നിന്റെ വിതരണവും കടത്തും തടയാൻ കർശന നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി. തുടർച്ചയായ പരിശോധനയും ബോധവൽക്കരണവും ഉറപ്പാക്കണം. കാപ്പ നിയമപ്രകാരം നടപടികൾ കൈക്കൊള്ളുന്നത് കൂടുതൽ ഊർജിതമാക്കും. ക്രിമിനലുകളുമായും മറ്റ് മാഫിയ സംഘങ്ങളുമായി ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ പ്രത്യേകം നിരീക്ഷിക്കും. ഇവർക്കെതിരെ സസ്പെൻഷൻ അടക്കമുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നും DGP. ബിസിനസിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ ഒരാൾ പിടിയിൽ. പെരുമ്പാവൂർ കുരിച്ചിലക്കോട് സ്വദേശി രാജേഷ് B. മേനോനെയാണ് നെടുമ്പാശ്ശേരി പോലീസ് പിടികൂടിയത്. നെടുമ്പാശ്ശേരി സ്വദേശിയെ ബിസിനസിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് 35 ലക്ഷം രൂപ ഇയാൾ കൈക്കലാക്കിയിരുന്നു. കോടനാട് ഫോറസ്റ്റ് റേഞ്ചിലും രാജേഷിനെതിരെ കേസ്. സ്വർണ്ണാഭരണം അണിഞ്ഞ് വഴിയിലൂടെ പോകുന്ന കാൽനട യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. ബൈക്കിലെത്തി മാല പൊട്ടിക്കുന്ന സംഘങ്ങൾ നാട്ടിൽ കറങ്ങി നടക്കുന്നുണ്ട്. എറണാകുളം ഉദയംപേരൂരിൽ ഒരു സ്ത്രീയുടെ കഴുത്തിൽ കിടന്ന മാല കവർന്നത് സ്കൂട്ടറിലെത്തിയ സംഘമാണ്. സംഭവത്തിൽ കോഴിക്കോട് താമരശ്ശേരി സ്വദേശി അനസ്, ഇടുക്കി സ്വദേശി ലാൽ എന്നിവർ പിടിയിലായി. ഈ കേസിന് സമീപ ദിവസങ്ങളിലായി കോട്ടയം, എറണാകുളം ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ പ്രതികൾ കവർച്ച നടത്തിയിട്ടുള്ളതായി അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി